അമ്മയുടെ ഇത്രയും നാൾ മുതൽ ഈ സിനിമയിൽ വരുത്തേണ്ട ഒരു നയം കൊണ്ടുവരുന്നതിന് വേണ്ടി സിനിമയെ പഠിക്കാൻ വേണ്ടിയാണ് ഹേമ കമ്മിറ്റി വെച്ചിരിക്കുന്നത്. അവരെ വിളിക്കുന്നവരെ ഞങ്ങളുടെ സംഘടനയിൽ പരാതി കിട്ടിയാലേ ഞങ്ങൾ അറിയുള്ളൂ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. ഞങ്ങൾ വായിച്ച് ഞങ്ങളുടെ ഒരു അറിവ് വെച്ച് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങൾ വെച്ച് ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് വളരെ സ്വാഗതാർഹമായിട്ടാണ് തോന്നിയത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഫൈൻഡിങ്സും അതിൽ ഹേമ കമ്മിറ്റി സർക്കാരിന് കൊടുത്തിട്ടുള്ള റെക്കമെൻഡേഷൻസും എല്ലാം തികച്ചും സ്വാഗതാർഹമാണ്. അതെല്ലാം നടപ്പിൽ വരുത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. ഈ കമ്മിറ്റി രൂപീകരിച്ചതിന് ശേഷം ഇതിൻ്റെ ഫൈൻഡിങ്സ് വെച്ചിട്ട് അവരുടെ റെക്കമെൻഡേഷൻസ് വെച്ച് ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് ശ്രീ സജി ചെറിയാൻ ഒരു 2 വർഷം മുമ്പ് ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാനും ഇടവേള ബാബുവാണ് അതിൽ പങ്കെടുക്കാൻ പോയത്. അപ്പം ഞങ്ങളോട് ചോദിച്ചത് അതിനകത്ത് നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശങ്ങളാണ്. അതിൽ അവർ പറഞ്ഞിട്ടുള്ള ചില റെക്കമെൻഡേഷൻസ് അനുസരിച്ചിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ഭാഗത്ത് നിന്ന് ചോദിച്ചിരുന്നു. ഞങ്ങളുടെ ഭാഗത്തുനിന്നുള്ള നിർദ്ദേശങ്ങളെന്ന് അറിയിക്കുകയും ചെയ്തു. അപ്പോഴും ഇതിനെ തുടർന്ന് സർക്കാർ എന്ത് നടപടികളാണ് സ്വീകരിക്കാൻ പോകുന്നതിനെ പറ്റി ഞങ്ങൾക്ക് അറിവുണ്ടായിരുന്നില്ല. പിന്നീടാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടണം എന്നുള്ളൊരാവശ്യം വരികയും അത് റിപ്പോർട്ട് പുറത്തുവിടാൻ വേണ്ടി വിവരാവകാശ കമ്മീഷൻ സമീപിക്കുകയും ആ റിപ്പോർട്ട് പുറത്തു വരികയും ചെയ്തു. അപ്പോൾ അതിനെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് ചെയ്തത്. അല്ലാതെ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെയും ഞങ്ങൾ എതിർത്തിട്ടില്ല. അതിനൊരു ഹർജിയും പോയിട്ടില്ല. പല സ്ഥലത്തും പല സമയത്തും പല മീഡിയക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നല്ലോ. ഞങ്ങൾ ബാധിക്കുന്ന കാര്യമല്ല, സർക്കാരിൻ്റെ നിലപാടാണ്. കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടണമെന്നോ പുറത്തു വിടണമെന്നോ എല്ലാം തീരുമാനിക്കേണ്ടത് സർക്കാരാണ്. ഞങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് പങ്കില്ല. പിന്നെ എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അമ്മയ്ക്കെതിരെയുള്ള റിപ്പോർട്ടല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൽ അമ്മ എന്ന പേരുകൾ ചില സ്ഥലത്ത് പരാമർശിച്ചിട്ടുണ്ടെന്നല്ലാതെ അത് അമ്മയ്ക്കെതിരായിട്ടുള്ള റിപ്പോർട്ടൊന്നും അല്ല. അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി പ്രതിസ്ഥാനത്ത് നിർത്തിയിരിക്കുന്നത് അമ്മ എന്ന് പറയുന്ന സംഘടനയല്ല. ഹേമ കമ്മിറ്റിയെ നിയോഗിച്ചത് സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന വനിതകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി പഠിക്കാൻ. സിനിമാ മേഖലയിലുള്ള വനിതകൾ എന്ന് പറയുന്നതിൽ ഭൂരിഭാഗം ഞങ്ങളുടെ അംഗങ്ങളാണ്. ഞങ്ങളുടെ അംഗങ്ങൾക്കുള്ള ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് പഠിക്കാൻ സർക്കാർ നിയോഗിച്ചൊരു കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി. അവർ കണ്ടെത്തിയ ഫൈൻഡിങ്സ്, അവരതിന് പറഞ്ഞിട്ടുള്ള റെക്കമെൻഡേഷൻസ് എല്ലാം ഞങ്ങളുടെ അംഗങ്ങൾക്ക് കൂടി ഗുണപ്രദമാകുന്നതാണ്. ആ തൊഴിലെടുത്ത് വളരെ സുരക്ഷിതമായിട്ട് ഞങ്ങളുടെ അംഗങ്ങൾ ജോലി ചെയ്യണമെന്നുള്ളത് മറ്റാരെക്കാളും അമ്മയുടെ ആവശ്യമാണ്. അപ്പം ഞങ്ങളെപ്പോഴും ഹേമ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ടിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അതിലെ റെക്കമെൻഡേഷൻസ് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം. അല്ലാതെ ഒരിക്കലും ഹേമ കമ്മിറ്റി അമ്മയ്ക്കെതിരായിട്ടോ അല്ലെങ്കിൽ അമ്മ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരായിട്ടോ അല്ല. പക്ഷേ മാധ്യമങ്ങൾ ഞങ്ങളൊരു പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളൊരു ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ അതിയായ ദുഃഖം തോന്നുന്നു. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പല നിർദ്ദേശങ്ങൾക്കും ഞങ്ങൾക്ക് തന്നെയാണ് ഗുണകരമാകുന്നത്. പിന്നെ അതിനകത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളെപ്പറ്റി പലതും പറഞ്ഞിട്ടുണ്ട്. അതിൽ കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആരാണ് അതിനുവേണ്ടി അങ്ങനെയുള്ളൊരു കുറ്റകൃത്യം നടക്കുന്നത്, എവിടെ വെച്ചാണ്, ആർക്കാണ് അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് പറയാൻ തീർച്ചയായിട്ടും അത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം, അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്. അല്ലാതെ ഒരിക്കലും അങ്ങനെയുള്ള പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവരെ സംരക്ഷിക്കാനോ ഒന്നും അമ്മ തീരുമാനിച്ചിട്ടുമില്ല. പലപ്പോഴും പല മാധ്യമങ്ങളും ഉയർത്തി കാണിക്കുന്നതെല്ലാം അമ്മ ഇതിനെതിരായിട്ടുള്ളതാണോ, അമ്മ എന്ന് പറയുന്ന സംഘടന ഇതിനു വേണ്ടിയിട്ടുള്ളതല്ല. ഞങ്ങളുടെ സംഘടനയുടെ പ്രവർത്തന രീതികൾ എന്താണെന്നൊക്കെ പല വേദികളിൽ പറഞ്ഞിട്ടുള്ളതും എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പോൾ ഈ സംഘടന എന്നും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനൊപ്പമാണ്. അതിൻ്റെ നിർദ്ദേശങ്ങൾ പാലിക്കാനും അതിലെ റെക്കമെൻഡേഷൻ നടപ്പിലാക്കാനും സർക്കാർ ശ്രമിക്കുന്നെങ്കിൽ അമ്മ തികച്ചും അത് സ്വാഗതം ചെയ്യുകയാണ്. അതെല്ലാം എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവശ്യവും. ആ ആവശ്യം നിറവേറ്റണമെന്നാണ് ഞങ്ങൾ സർക്കാരിനോടും ആവശ്യപ്പെടുന്നത്. ആകെ ഞങ്ങൾക്ക് അതിനകത്തൊരു വിഷമം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ജനറലൈസ് ചെയ്തുകൊണ്ട് ഈ സംഘടനയിൽ മുഴുവൻ അല്ല, ഈ ഇൻഡസ്ട്രിയിൽ മലയാള സിനിമ ഇൻഡസ്ട്രി മുഴുവൻ ഇങ്ങനെയാണ്, വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇൻഡസ്ട്രി നടന്നു പോകുന്നത്, അവിടെ ഉള്ളവരെല്ലാവരും മോശക്കാരാണ് എന്നുള്ളൊരു പ്രതിപാദിക്കുന്ന രീതിയിൽ ചില വാചകങ്ങൾ വന്നതിനോട് മാത്രമാണ് ഞങ്ങൾക്കൊരു എതിർപ്പുള്ളത്. മറ്റ് പല മേഖലകളിലും നിങ്ങൾക്കറിയാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് പോലീസ് അന്വേഷിക്കാറുണ്ട്. ആ കുറ്റവാളികൾക്കെതിരെ കേസെടുക്കാറുണ്ടെങ്കിൽ പോലും ആ തൊഴിൽ മേഖലയിലെ അടച്ചാക്ഷേപിക്കുന്ന ഒരു വ്യാഖ്യാനമോ ഒരു പ്രസ്താവനയോ ഒരാളുടെ ഭാഗത്തു നിന്നും വരാറില്ല. നമുക്കറിയാലോ ഏതെല്ലാം മേഖലകളിലാണ് ഇങ്ങനെയുള്ള എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ അഴിമതി നടത്തിയ രാഷ്ട്രീയക്കാരൻ മുഴുവൻ അഴിമതിക്കാരാണെന്ന് പറഞ്ഞ് നമ്മൾ അവരെ അടച്ചാക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. ആ അഴിമതി നടത്തിയ വ്യക്തിയെ കണ്ടെത്തി ശിക്ഷിക്കാമെന്നല്ലാതെ അപ്പോൾ എവിടെയോ ഒറ്റപ്പെട്ട 1-2 സംഭവങ്ങൾ എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യവസായ മേഖലയെ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെ അടച്ചാക്ഷേപിക്കുന്നൊരു പ്രവണത നല്ലതല്ല. അത് ഞങ്ങൾക്ക് ഒരുപാട് ദുഃഖം ഉണ്ടാക്കുന്നൊരു കാര്യമാണെന്ന് ഞങ്ങൾ എല്ലാ പ്രേക്ഷകരെയും വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ ആ വിവരം അറിയിക്കുന്നത്.
ഈ പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രൂപ്പിനെ കുറിച്ച് ഇങ്ങനെ പ്രതിപാദിച്ചതായിട്ട് കേട്ടു. അത് ആരാണ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടെന്നുള്ളത് ഈ കമ്മീഷൻ അറിയിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ വ്യക്തമായിട്ട് അവർക്ക് പറയാമല്ലോ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണെന്നുള്ളത്. ഞാൻ 40ഓളം വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ്. ഞാൻ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ടും എനിക്കറിയില്ല. അല്ലെങ്കിൽ ഒരു പവർ ഗ്രൂപ്പിൻ്റെ എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടിക്കോ അല്ലെങ്കിൽ അവർ എനിക്ക് അനുകൂലമായിട്ട് ഒരു പവർ ഗ്രൂപ്പ് എന്തെങ്കിലും തീരുമാനം എടുത്തതായിട്ടോ ഇത്രയും കാലത്തിനിടയ്ക്ക് ഉണ്ടായിട്ടില്ല. എൻ്റെ ഒരു സംശയം എന്ന് പറയുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ്, അത് എനിക്ക് തോന്നുന്നു ഒരു 10 വർഷത്തിന് മുമ്പാണെന്ന് തോന്നുന്നു, എല്ലാ സംഘടനയിൽ നിന്നും 2 അംഗങ്ങളെ സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ഹൈ പവർ കമ്മിറ്റി എന്നൊരു കമ്മിറ്റി രൂപീകരിക്കുകയുണ്ടായിരുന്നു. ആ കമ്മിറ്റിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് പല സംഘടനകളിലുള്ള പല ആളുകൾ പല പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. അപ്പോൾ എല്ലാ സംഘടനയിലും പെട്ട 2 പേരുള്ള ഒരു ഹൈ പവർ കമ്മിറ്റി ഉണ്ടെങ്കിൽ ആ പ്രശ്നം കോമൺ ആയിട്ട് കേൾക്കാനും അതിനൊരു പരിഹാരം നിർദ്ദേശിക്കാനും ഈ കമ്മിറ്റിക്ക് സാധിക്കുമെന്നുള്ള രീതിയിൽ ഒരു ഹൈ പവർ കമ്മിറ്റി മുമ്പ് രൂപീകരിച്ചിട്ടുണ്ട്. അതും പക്ഷേ ഓരോ കാലഘട്ടങ്ങളിൽ മാറി വരുന്ന സംഘടനകളുടെ ഭാരവാഹികൾ ചേർന്നിട്ടുള്ളൊരു കമ്മിറ്റിയാണ്. പക്ഷേ പിന്നീട് ആ ഹൈ പവർ കമ്മിറ്റി നിലവിൽ വന്നില്ല, അതിപ്പോൾ ഇല്ല, നിലവിലില്ല. അപ്പോൾ അതിനെ വെച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതാണോ എന്ന് എനിക്കറിയില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു സിനിമ ആരഭിനയിക്കണം അല്ലെങ്കിൽ ആരഭിനയിക്കേണ്ടെന്ന് ഒരു ഗ്രൂപ്പിലും തീരുമാനിച്ചില്ല. എങ്ങനെ ഈ ഇൻഡസ്ട്രി നടന്നു പോകും? ഇത് ജനങ്ങളുടെ ആവശ്യമാണ്. ജനങ്ങൾ ഇന്ന ആളുകളുടെ സിനിമകളാണ് ഇപ്പോൾ കാണുന്നത്. ഒരു സിനിമ വിജയിക്കുമ്പോഴാണല്ലോ എപ്പോഴും ഒരു താരത്തിൻ്റെ പുറകെ അല്ലെങ്കിൽ സംവിധായകൻ്റെ പുറകെ എപ്പോഴും നിർമ്മാതാക്കളും ജനങ്ങൾ അവരുടെ സിനിമ കാണാൻ താല്പര്യപ്പെടും. അപ്പോൾ അവരെ വെച്ചൊക്കെ കൂടുതൽ സിനിമകളുണ്ടാവും. അത് ഒരാൾക്കും തടയാൻ സാധിക്കില്ല, ഒരാൾക്കും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഇൻഡസ്ട്രി നിന്നുപോകും. അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു സ്ഥലത്ത് നിന്ന് പവർ കമ്മിറ്റിയാണ് എല്ലാം നിർദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇതൊരു മാഫിയാണെന്നൊക്കെ പറയുന്നത് മാഫിയയുടെ അർത്ഥം അറിയാഞ്ഞിട്ടാണോ? മാഫിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് പുറകിൽ ഒരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. പല സ്ഥലത്തുനിന്നും പല മേഖലകളിലും ചോദിക്കാറുണ്ട്, ഇവിടെ ഒരു ഗുണ്ടാ സംഘം ഉണ്ടല്ലേ, അവർ തീരുമാനിക്കുന്ന പോലെയാണല്ലേ ഇൻഡസ്ട്രി നടന്നു? അങ്ങനെ ഒരിക്കലും സാധിക്കില്ല. ഞാൻ ഇത്രയും കാലം ഈ സിനിമയിൽ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് സത്യസന്ധമായിട്ട് പറയുകയാണ്, അങ്ങനെ ഒരു ഹൈ പവർ കമ്മിറ്റി ഒരു പവർ ഗ്രൂപ്പും വിചാരിച്ചാൽ സിനിമ മുന്നോട്ട് പോവില്ല. അത് സിനിമ എന്ന് പറയുന്നത് എന്നും സിനിമ സക്സസിൻ്റെ പുറകെയാണ്. ജനങ്ങൾ ആഗ്രഹിക്കുന്ന സിനിമയാണ്. ആ സക്സസ് ആർക്കാണ് ഉണ്ടാവുന്നത്, ആ സക്സസിൻ്റെ പുറകെ ബാക്കി സിനിമാക്കാർ പോവുകയാണ് ചെയ്യുക. അല്ലാതെ ഒരു പവർ ഗ്രൂപ്പിനും ഒരു സിനിമയെ നിയന്ത്രിക്കാൻ സാധിക്കില്ല. അമ്മയുടെ പരിപാടിയാണ് ഇതിന് പ്രതികരിക്കാൻ വൈകിയെന്നല്ലേ താങ്കൾ ഇപ്പോൾ പറഞ്ഞത്. അന്ന് ഞങ്ങൾ അമ്മയുടെ റിഹേഴ്സൽ നടന്നതിന് മുന്നിൽ നിന്ന് ഞങ്ങളാണ് പ്രതികരണം ആരാഞ്ഞത്. അന്ന് സത്യത്തിൽ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഞങ്ങൾ നിർബന്ധപൂർവ്വം പറയണമെന്ന് പറഞ്ഞപ്പോഴാണ് അകത്ത് കയറി ആലോചിച്ചിട്ട് പുറത്ത് വന്ന് നിങ്ങൾ 3-4 പേര് പറഞ്ഞത് പ്രതികരിച്ചത്. അന്ന് പക്ഷേ പറഞ്ഞപ്പോൾ താങ്കളുടെ കൂടെ ഉണ്ടായിരുന്ന ബാബുരാജ് പറഞ്ഞു അത് ഞങ്ങൾ പഠിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞ് പ്രതികരിക്കാമെന്ന്. അതൊട്ടും ഒരു ഉത്തരവാദിത്വമില്ലാത്ത മറുപടിയില്ലേ അന്ന് നടത്തിയത്. ഇപ്പോൾ പറഞ്ഞു ഈ അമ്മയുടെ പരിപാടി കൊണ്ടാണ് 2 ദിവസം വൈകിയത്. 2 ദിവസം കഴിഞ്ഞ് ഈ പരിപാടി മൂലം 2 ദിവസം സാവകാശം എടുത്ത് പഠിച്ച് ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് പ്രതികരിക്കാമെന്നല്ല അന്ന് പറഞ്ഞത്. അത് ഞങ്ങൾ ഒരാഴ്ച കഴിയട്ടെ, ഒരാഴ്ചക്കകം നമ്മൾ നോക്കട്ടെ എന്നുള്ള രീതിയിൽ അലസമായ മറുപടിയാണെന്ന് പറഞ്ഞു. മാം, അത് ഞങ്ങളൊരു വേറൊരു പ്രോഗ്രാമുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കണം. ഒരുപാട് ആളുകളെ സംഘടിപ്പിക്കുക, ഈ പ്രോഗ്രാം ഭംഗിയായിട്ട് നടത്തുക, ഞങ്ങളൊരു കമ്മിറ്റ്മെൻറ്റാണ്. അതിനിടയ്ക്ക് ഈ റിപ്പോർട്ട് പുറത്തു വന്നു, ഇതെന്താണെന്ന് പോലും മനസ്സിലാക്കിയില്ല. വാർത്തയിൽ റിപ്പോർട്ട് പുറത്തു വരുന്നു എന്ന് പറയുന്നു. അതിനൊരു സാവകാശം ചോദിച്ചാൽ എന്താണ് തെറ്റ്? അതല്ലെങ്കിൽ ഇല്ല, റിപ്പോർട്ട് പറഞ്ഞിട്ടില്ലായിരുന്നു. അവർ തന്നെ ചില റെക്കമെൻഡേഷൻസ് മാത്രം പറഞ്ഞു. അതിൽ പ്രധാനമായിട്ടുണ്ടായിരുന്നത് കാര്യങ്ങൾ ഈ തൊഴിലിടങ്ങളിൽ അവർക്ക് അവരുടെ പ്രൈമറി നീഡ്സിനുള്ള സൗകര്യങ്ങളില്ലാന്നോ, അതൊക്കെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പാണ് അത് വലിയ കംപ്ലൈൻ്റ് ആയിട്ടുണ്ടായിരുന്നത്. പിന്നീട് ആ കാലഘട്ടം മാറി. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എല്ലാവർക്കും ഒരു പ്രൈമറി നീഡ്സ് എല്ലാ സെറ്റിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത്തരം ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. ഇത് ഇങ്ങനെ തുടങ്ങിയതും ഇങ്ങനൊരു കമ്മിറ്റി വന്നതും ഇതൊക്കെ ഗുണപ്രദമായിട്ടേ ഉള്ളൂ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം അതിന് ഒഴിഞ്ഞു മാറിയെന്ന് പറഞ്ഞതിനെ ന്യായീകരിക്കുക. ഞാൻ ഒരിക്കലും അങ്ങനെ ഒഴിഞ്ഞു മാറാൻ എനിക്ക് സാധിക്കില്ല. കാരണം ഞാനൊരു സംഘടനയെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളാണ്. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ ഞാൻ ബാധ്യസ്ഥനാണ്. പക്ഷേ എനിക്കതിന് സമയം ആവശ്യപ്പെടാനുള്ള ഒരവകാശം എനിക്കുള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടൊന്നും പറഞ്ഞില്ല. ഞാൻ ഈ റിപ്പോർട്ട് എന്താണെന്നൊന്ന് പഠിച്ചോട്ടെ. ശ്രീ ബാബുരാജ് അങ്ങനെ പറഞ്ഞിരുന്നു. നിങ്ങൾ ഒരുമിച്ച് സംസാരിച്ചിരുന്നു. അന്നേരം പറഞ്ഞാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്രതികരിക്കാന്ന് പറഞ്ഞു. അത് ക്ഷമിക്കുക. അങ്ങനെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് അങ്ങ് പറഞ്ഞതിന് ജനറലൈസ് ചെയ്തു എന്നാണ് പറഞ്ഞത്. കാര്യങ്ങൾ ജനറലൈസ് ചെയ്താണ് അവതരിപ്പിച്ചത് എന്നാണ് പറഞ്ഞത്. ഹേമ കമ്മിറ്റിക്ക് തെറ്റുപറ്റി അല്ലെങ്കിൽ ആ റിപ്പോർട്ടിൽ പിഴവ് പറ്റിയെന്ന അഭിപ്രായം അമ്മയ്ക്കുണ്ടോ? ഇല്ല, ഒരിക്കലുമില്ല. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചാണ് ആ റിപ്പോർട്ടിനോട് പരിപൂർണമായി ഞങ്ങൾ യോജിക്കുന്നു. അവരുടെ റെക്കമെൻഡേഷൻസിൽ സ്വാഗതം ചെയ്യുന്നു. ഇങ്ങനെ ജനറലൈസ് ചെയ്ത് പറഞ്ഞതിനോട് അതിൽ ആ റിപ്പോർട്ട് ജനറലൈസ് ചെയ്ത് പറഞ്ഞു എന്നല്ല പറഞ്ഞ, അതിൽ അങ്ങനെ ഒരു വാചകം ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഇപ്പോൾ ഈ റിപ്പോർട്ടിൽ പ്രധാനമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ് നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും. ആ റിപ്പോർട്ട് നേരത്തെ ഒരു പേജിൽ പറഞ്ഞിട്ടുണ്ട്. അവർ ഫംഗ്ഷൻ ഈസ് ഓൺലി ടു സ്റ്റഡി ദ ഇഷ്യൂസ് റിലേറ്റിംഗ് ടു വിമൻ ഇൻ സിനിമ ആൻഡ് റിപ്പോർട്ട് നോട്ട് നെയിം ഓർ ഷെയിം എനിബഡി ഓർ എക്സ്പോസ് ദ ഗിൽറ്റി.
അതല്ല അവരുടെ ലക്ഷ്യം. അവരങ്ങനെ ഒന്നും ആരെയും കുറ്റപ്പെടുത്തിയിട്ടും ആരെയും ഒന്നും പറഞ്ഞിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്, അമ്മയും കുറ്റപ്പെടുത്തിയിട്ടില്ല, അമ്മയിലെ അംഗങ്ങളെയും കുറ്റപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഒന്നും പറയാത്ത റിപ്പോർട്ടിനെ ഞങ്ങൾ എന്തിന് കുറ്റപ്പെടുത്തി പറയണം? ഞങ്ങൾ സ്വാഗതം ചെയ്യാണ് ചെയ്തിട്ടുള്ളത്. പരിപൂർണമായും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ അമ്മ സ്വാഗതം ചെയ്യുന്നു. അതിന്റെ റെക്കമെൻഡേഷൻസ് നടപ്പിലാക്കണമെന്ന് അമ്മ ആവശ്യപ്പെടുന്നു. അന്വേഷണം വേണമെന്ന് പറയാനുള്ള ധൈര്യം അമ്മയ്ക്കുണ്ട്. ഇതൊരു പോലീസ് അന്വേഷണം നടക്കട്ടെ എന്ന് ആവശ്യപ്പെടാനുള്ള ഒരു ധൈര്യം അമ്മയ്ക്ക്. അതെന്തിനാ ധൈര്യം? അത് നടക്കേണ്ടതല്ലേ? അത് ഭയപ്പെടുന്നുണ്ടെങ്കിലല്ല അതിന് ധൈര്യത്തിന്റെ ആവശ്യമുള്ളൂ. ഒരിക്കലും ധൈര്യം, കുറ്റകൃത്യം എവിടെ നടന്നാലും പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഏതെങ്കിലും കുറ്റവാളികളെ പറ്റി പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ പോലീസ് അന്വേഷിക്കണം. ആ കുറ്റവാളികളെ പുറത്തു കൊണ്ടുവരണം. അല്ലാതെ പുകമറ സൃഷ്ടിച്ച് കുറ്റവാളികളല്ലാത്തവരെ കൂടി അതിനകത്ത് നാണം കെടുത്തുകയല്ല വേണ്ടത്. ആരാണ് കുറ്റവാളി? അയാൾ പുറത്തു വരട്ടെ. പറയുന്ന പല കാര്യങ്ങളുണ്ട്. ഈ വനിതകളുടെ മുറിയിൽ തട്ടി വിളിക്കുക, അവരോട് ലൈംഗിക അധിക്ഷേപം നടത്തുക, അവരെ അതിനുവേണ്ടി ക്ഷണിക്കുക, അത്തരം ഒരു സാഹചര്യം സിനിമയിലുണ്ടോ? ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പരാമർശത്തിനപ്പുറത്തേക്ക് എപ്പോഴെങ്കിലും അമ്മയ്ക്ക്, സംഘടനയ്ക്ക് അത്തരം പരാതികൾ ലഭിച്ചിട്ടുണ്ടോ? അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? അമ്മയ്ക്ക് വ്യക്തമായിട്ട് അങ്ങനെ ഒരു കുട്ടി 2006 നടന്നൊരു സംഭവത്തെ പറ്റി 2018 പരാതിപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 2018 ആ പരാതിപ്പെടുമ്പോൾ ഞാനും ആ കമ്മിറ്റിയിലുണ്ടായിരുന്നത്. പക്ഷേ അന്ന് ആ പരാതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനന്നൊരു എക്സിക്യൂട്ടീവ് മെമ്പർ മാത്രമായിരുന്നു. ഞാൻ ആ പരാതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. തീർച്ചയായിട്ടും ഞങ്ങൾ അത് അന്വേഷിച്ച് അതിനൊരു മറുപടി ആ കുട്ടിക്ക് കൊടുക്കുന്നതാണ്. ഇപ്പോഴാണ് ഞാൻ ആ മെയിൽ കാണുന്നത്. 2006 നടന്നൊരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പരാതി തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരാതി ഇഗ്നോർ ചെയ്തത് തെറ്റാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു പരാതി ഒരു പെൺകുട്ടിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കാനും നടപടിയെടുക്കാൻ വേണ്ട പരിപാടി നമ്മൾ ചെയ്യുകയും ചെയ്യണം. ഇപ്പോൾ ഈ അടുത്ത കാലത്തുള്ള പല പരാതികൾക്കും പോലീസിനെ സമീപിക്കേണ്ട കാര്യങ്ങൾക്ക് ഞാൻ പോലീസിനെ സമീപിച്ചിട്ടുണ്ട്. നമ്മൾ അതിനുവേണ്ടി അംഗങ്ങളുടെ സംരക്ഷണമാണല്ലോ ഒരു സംഘടനയുടെ പ്രഥമ ബാധ്യത എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യണം. വരുന്ന ഒരു സാഹചര്യം നിൽക്കുമ്പോൾ പോലും പല സിനിമകളിലും പുതിയ പല പ്രോജക്റ്റുകളും പക്ഷേ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും സാർ. എന്തുകൊണ്ടാണ് IC ആവശ്യപ്പെടുന്ന പല സ്ത്രീകളെയും അല്ല പല ആക്ട്രസ്മാരെയും മാറ്റി നിർത്തുന്ന സാഹചര്യം കൂടി ഉണ്ടെന്ന് അവർ നമ്മളോട് കോൺഫിഡൻഷ്യലായിട്ട് തന്നെ പറഞ്ഞിട്ടുള്ള സാഹചര്യമുണ്ട്. എന്താണ് ഒരു പുതിയ പ്രോജക്റ്റിലായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്ത് ചിത്രീകരിക്കുന്ന ഒരു പ്രോജക്റ്റിലായിക്കോട്ടെ എന്തുകൊണ്ടാണ് ഈ IC വരാനുള്ള തടസ്സമുണ്ട്? IC ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി ചെയ്യേണ്ടത് ഒരു തൊഴിലുടമയാണ്. ഒരു തൊഴിലുടമയാണ്, അതായത് പ്രൊഡ്യൂസറാണ് ഒരു ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി വെക്കേണ്ടത്. അതിൽ അമ്മയ്ക്ക് അതിനകത്തൊരു നിർദ്ദേശം വെക്കാനോ അതിൽ ബലം പ്രയോഗിക്കാനോ അതിൽ നിർബന്ധമായിട്ട് ചെയ്തേ പറ്റുമെന്ന് പറയാനോ ഒരു സ്വാതന്ത്ര്യമില്ല. അത് ഒരു തൊഴിലുടമ ചെയ്യേണ്ടതാണ്. അവിടെ ഉണ്ടാകുന്ന ആ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന കംപ്ലയിൻറ്റുകൾ ആ തൊഴിലുടമ പല ഷൂട്ടിംഗ് സെറ്റിലും ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി ഉണ്ടെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഞാൻ വിശ്വസിക്കുന്നത് അമ്മ ഇറ്റ്സെൽഫ് ആൻഡ് ഇന്റേണൽ കംപ്ലയിൻറ്റ് കമ്മിറ്റി. അമ്മ ഒരു കംപ്ലയിൻറ്റ് കിട്ടേണ്ട ഒരു കമ്മിറ്റിയാണ്. ഞങ്ങൾ പല രീതിയിലുള്ള കംപ്ലയിൻറ്റുകൾ, ഇപ്പോൾ പ്രധാനമായിട്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഈ ലൈംഗിക അതിക്രമം അല്ല പ്രധാനമായിട്ടും ഈ സിനിമാ മേഖലയിലെ തൊഴിലെടുക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് അവരുടെ പ്രതിഫലം പ്രോപ്പറായിട്ട് കിട്ടാതെ വരും. അങ്ങനെയുള്ള കംപ്ലയിൻറ്റുകൾ ഒരുപാട് അമ്മ പരിഹരിക്കാറുണ്ട്. അത് ഞങ്ങളെയാണ് സമീപിക്കുന്നത്. അമ്മയുടെ പറഞ്ഞോട്ടെ, അമ്മയ്ക്കുള്ളിൽ IC ഇല്ല, ഇപ്പോൾ ICC അമ്മയിലില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റുകൾ വരുമ്പോൾ ഞങ്ങൾ തന്നെ നേരിട്ടാണ് അത് പരിഹരിക്കുന്നത്. പിന്നെ ഈ അമ്മയിൽ ആകെയുള്ള ഈ 17 മെമ്പേഴ്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലല്ലേ ഞങ്ങൾ വേറൊരു കംപ്ലയിൻറ്റ് കമ്പനി വെക്കേണ്ട കാര്യമുള്ളൂ. ഞങ്ങൾക്കിതേവരെ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ കുറച്ച് മുമ്പ് വന്ന ന്യൂസിൽ പറഞ്ഞത്, ഞാൻ ജയനുമായിട്ട് അത് സംസാരിക്കുന്നു, അമ്മയിൽ ഭിന്നത എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു ഭിന്നതയും ഞങ്ങൾ അഭിപ്രായ വ്യത്യാസവും ഞങ്ങൾ തമ്മിലുള്ള. നിങ്ങൾക്ക് ഏത് അംഗങ്ങളെ, ഞാൻ എല്ലാ അംഗങ്ങളുടെ ഫോൺ നമ്പർ നിങ്ങൾക്ക് തരാം, ഏത് എക്സിക്യൂട്ടീവ് അംഗങ്ങളെ വിളിച്ച് ചോദിച്ചോളൂ. ഞങ്ങളിൽ അങ്ങനെ ഒരു ഭിന്നത ഉണ്ടായിട്ടില്ല. അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും, പക്ഷേ ഒരു അഭിപ്രായ സമന്വയം ഉണ്ടായിട്ടാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പുറത്തു വിട്ടത്. പ്രധാനമായിട്ട് ഈ കോടതി പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. സിദ്ദിഖ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമാണ്, ഈ സിനിമ മേഖലയിലുള്ള എല്ലാവരും അടച്ചാക്ഷേപിക്കുന്നതിലേക്കാണ് വാർത്ത വരുന്നതെന്ന് പറയുന്നു. ഇപ്പം ഇരയും വേട്ടക്കാരും ഈ മൊഴി കൊടുത്തവരുമുണ്ട്, ഏതൊരു അഭിപ്രായമുള്ളവരുമുണ്ട്. ഈ വേട്ടക്കാരുടെ പേര് പുറത്തു വിടണമെന്ന് അമ്മയ്ക്ക് എന്തുകൊണ്ട് ആവശ്യപ്പെട്ടില്ല? കോടതിയെ സമീപിക്കാമല്ലോ. അങ്ങനെയാണ് നിങ്ങളെല്ലാവരും മാറ്റി നിർത്താമല്ലോ. ഇപ്പോൾ സിദ്ദിഖൊക്കെ ഭയം, ഇവരെ ഭയം എന്നല്ല പറഞ്ഞ് നമ്മളുണ്ടോ എന്നുള്ള ഭയപ്പെടുന്ന ആളുകളുണ്ട്. പക്ഷെ നമുക്ക് കോടതിയെ സമീപിക്കാമല്ലോ. ഈ വേട്ടക്കാരുടെ പേര് പുറത്തു വിടാൻ വേണ്ടി അമ്മയ്ക്ക് നേരിട്ട് പോകാമല്ലേ? സമയമുണ്ടല്ലോ, നമുക്ക് ആലോചിച്ചിട്ട്. അത് ഞാൻ ഒരാൾ ഒറ്റയ്ക്ക് പറയേണ്ട തീരുമാനമല്ല. അടുത്ത എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്മൾ ഇമ്മീഡിയറ്റ് കൂടുന്നുണ്ട്. ഇങ്ങനെ വരുമ്പോൾ അതിൽ നിന്ന് നമ്മുടെ കാര്യങ്ങൾ ക്ലിയർ ചെയ്യാനായിട്ട് കോടതിയിലാണ് മൂവ് ചെയ്യേണ്ടത്. കോടതിയിൽ മൂവ് ചെയ്യണം, നിയമപരമായ സഹായങ്ങൾ ആവശ്യപ്പെട്ടെങ്കിൽ ചെയ്യണം. തീർച്ചയായിട്ടും അത് അമ്മ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ആലോചിച്ചതിന് ശേഷം അതിനൊരു തീരുമാനം. കുറ്റക്കാർക്കൊപ്പം നിന്നിട്ടില്ല, ഒരിക്കലും കുറ്റക്കാർക്കൊപ്പം നിൽക്കില്ല. കുറ്റക്കാരെ പുറത്തു കൊണ്ടുവരുന്നത് ശിക്ഷിക്കണമെന്ന് തന്നെയാണ് ഒരു സംഘം. അത് അമ്മയെന്ന് മാത്രമല്ല, നിങ്ങൾ ആരെങ്കിലും നിൽക്കുമോ കുറ്റവാളികൾക്ക് സംഘടനയുടെ പിന്തുണ ഒരിക്കലും ഉണ്ടാവില്ല. സംഘടന അവരെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം പോലും ഉണ്ടാവില്ല. വേറെ ആരുമല്ല,
സിനിമയിൽ അഭിനയിച്ച നടിമാർ നേരിട്ട് പരാതി പറഞ്ഞു എന്നാണ് റിപ്പോർട്ടിലുള്ളത്. എന്നിട്ട് പോലും ഇത്ര അലസമായിട്ട് എങ്ങനെ മറുപടി പറയാൻ പറ്റുന്നത്? അലസമായിട്ട് ഞാൻ എന്ത് മറുപടി നടിമാരാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. നടിമാരെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അംഗങ്ങളാണ്. ഞങ്ങളുടെ അംഗങ്ങൾ പറഞ്ഞ പരാതിക്ക് ഞങ്ങൾ തീർച്ചയായിട്ടും അതിന് ഏതറ്റം വരെയും അതിൽ ആ പരാതിയുടെ പരിഹാരം കാണാൻ വേണ്ടി പോകും. പിന്നെ ഒരു കാര്യം പ്രത്യേകിച്ച് പറയാനുള്ളത്, ഈ ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ചിലരെ വിളിച്ചിട്ടുണ്ട്, അവർ നോട്ടിഫിക്കേഷൻ കൊടുത്തിരുന്നാണ് പറഞ്ഞത്. പലരും വോളണ്ടറി ആയിട്ട് പോയിട്ട് അവരുടെ കമ്മിറ്റി മുമ്പാകെ പരാതികൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ കമ്മിറ്റിയിൽ നിന്നിട്ട് എന്നെ വിളിച്ചിട്ടില്ല. ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ എന്നിവർ തുടങ്ങിയ ഒരു 2-3 പ്രാവശ്യം ഹാജരായിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരോട് ഓരോ കാര്യങ്ങൾ അതും ഈ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പം എന്നെ ഒന്നും വിളിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയിലുള്ള പല വനിതാ മെമ്പർമാരോട് ചോദിക്കുമ്പോൾ ഇവരെ ആരും കമ്മിറ്റി വിളിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള പരാതികൾ കേൾക്കുകയോ ചെയ്തിട്ടില്ല. പിന്നീട് കമ്മിറ്റിയിൽ നിന്ന് തന്നെ പറഞ്ഞു, ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല എന്ന് ഒരു അംഗം പറഞ്ഞപ്പോൾ അത് കമ്മിറ്റി ഞെട്ടിപ്പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അതിനോട് ചേർത്ത് സിനിമകളിൽ നിന്ന് അവഗണിക്കുകയും അവസരം കൊടുക്കാൻ നിഷേധിക്കുകയും ചെയ്തു. അങ്ങനെ സാധിക്കില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അങ്ങനെ പരാതി പറഞ്ഞതിന്റെ പേരിലൊന്നും ആരെയും അവോയ്ഡ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കില്ല. സിനിമ മുഴുവൻ മോശക്കാരാണെന്ന് റിപ്പോർട്ട് പരാമർശമുണ്ട്. സാമാന്യർക്കുണ്ട് എന്നുള്ള വിഷമമുണ്ടാക്കുന്ന പറയുന്നത്. പക്ഷേ റിപ്പോർട്ടിൽ പറയുന്നത് എല്ലാവരും മോശക്കാരല്ല, എല്ലാവരും ഉദ്ദേശിച്ചല്ല എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അത് വ്യക്തമാക്കാമോ? റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ ഈ റിപ്പോർട്ടിൽ അങ്ങനെ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വന്ന വാർത്തകളിൽ നിന്ന് ആളുകൾ മനസ്സിലാക്കുന്നുണ്ടാണ് സിനിമകളിൽ മുഴുവൻ നടക്കുന്ന ഇങ്ങനെ അസന്മാർഗിക കാര്യങ്ങളാണെന്നുള്ള ഒരു വാർത്ത പരക്കുന്നതിനോടാണ് ഞാൻ എതിർപ്പ്. ഈ റിപ്പോർട്ടിൽ തന്നെ 96ാമത്തെ നിർദ്ദേശമായിട്ട് അവർ പറഞ്ഞിരിക്കുന്നത് സിനിമയിലെ ഏറ്റവും ഉന്നതരായിട്ടുള്ള അല്ലെങ്കിൽ വെൽ നോൺ ആയിട്ടുള്ള ആളുകൾ നടിമാരെ ലൈംഗികമായി ഉപദ്രവിച്ചു. അതൊരു ഞെട്ടിക്കുന്ന വസ്തുതയായിട്ട് തന്നെയാണ് കമ്മിറ്റിക്ക് കണ്ടെത്താൻ സാധിച്ചത്. അത് നിഷേധിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്നു. അപ്പൊ അത്തരക്കാരുകൂടി ഈ ഇത്രയും സിനിമയിൽ വർഷങ്ങളായിട്ട് ആളുകൾക്ക് അറിയാവുന്ന ജനങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾ ഈ തുടക്കക്കാരെ അല്ലെങ്കിൽ ഈ ആളുകളെ ഈ നടികളെ ഉപദ്രവിക്കുമ്പോൾ അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ എങ്ങനെ ഈ സെറ്റിൽ ഉണ്ടാകും? നേരത്തെ താങ്കൾ പറഞ്ഞത് ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്നുള്ളൂ. ഇത്തരം സാഹചര്യങ്ങൾ ഈ സെറ്റുകളിൽ ഉണ്ടാകുന്നു എന്നുള്ളത് പരിശോധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, അങ്ങനെയുള്ള അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തികൾ ആരാണെന്ന് കൃത്യമായി അറിഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും അതിനെപ്പറ്റി പറയാൻ സാധിക്കുള്ളൂ. അവരെ പുറത്തു കൊണ്ടുവരണം, കേസെടുത്ത് അന്വേഷിക്കണം. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ശിക്ഷിക്കണം, അത് പുറത്തു വരട്ടെ. പക്ഷേ ഹേമ കമ്മിറ്റി എന്ന് പറയുന്ന കമ്മിറ്റിക്ക് അവരെ ശിക്ഷിക്കാനുള്ള അധികാരമില്ല എന്നാണ് പറയുന്നത്. വേണ്ട, അവർ ഹേമ കമ്മിറ്റി ശിക്ഷിക്കേണ്ട. അത് ആരാണെന്ന് പുറത്ത് കൊണ്ടുവന്ന് കണ്ടുപിടിച്ചിട്ട് അതിന് പോലീസ് കേസെടുത്ത് അന്വേഷിച്ച് അവരെ ശിക്ഷിച്ചോട്ടെ. 40 വർഷമായിട്ട് സിനിമയിലുള്ള ഒരാളാണ്. ഇങ്ങനെ ഒരു റിപ്പോർട്ട് വന്നപ്പം സ്വാഗതാർഹമെന്നതിനപ്പുറം ഒരു ഞെട്ടലുണ്ടാക്കി. ഈ റിപ്പോർട്ട് വായിച്ചിട്ട് എന്താണ് ഞെട്ടലുണ്ടാക്കി? നമ്മൾ അറിയില്ലാത്ത പല സംഭവങ്ങളിൽ നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇത് പല കാര്യങ്ങളും ഞങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങളായിരുന്നു. ഈ സംഘടനയിൽ നമ്മൾ പ്രവർത്തിക്കുകയും ഇത്രയും കാലം സിനിമയിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്കും അറിയാം, ഞാനൊരു മെയിൻ സ്ട്രീം സിനിമകളിലാണ് കൂടുതൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. അത് വളരെ ലോ ബഡ്ജറ്റിലോ അല്ലെങ്കിൽ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലത്തോ കൊണ്ടുപോയി ചെറിയൊരു പടത്തിൻ്റെ ഷൂട്ടിങ് ഞാൻ അങ്ങനെ അധികം സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല. ഇല്ല എന്ന് തന്നെ പറയാം. പലരും പറയുന്നത് അത്തരം ഒരു റിമോട്ട് സ്ഥലത്ത് നടക്കുന്ന സിനിമകളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് അത്തരം കാര്യങ്ങൾ അറിയാൻ സാധിച്ചില്ല. ഒരു മെയിൻ സ്ട്രീം സിനിമകളിൽ ഇങ്ങനൊരു കംപ്ലയിൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ, അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ പോലും അത് അപ്പം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാനും അങ്ങനെയുള്ള ആളുകളെ സിനിമാ സെറ്റിൽ നിന്ന് പുറത്താക്കാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. ശേഷം തിലകന്റെ മകൻ തനിക്കെതിരെ ഉണ്ടായ ഒരു അനുഭവം പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ അമ്മ എന്തെങ്കിലും ആ കുട്ടി പറഞ്ഞ കാര്യത്തിൽ നമ്മൾ വളരെയധികം ബഹുമാനത്തോടു കൂടിയാണ് സ്വാഗതം ചെയ്യുന്നത്. എന്ത് മനോഹരമായിട്ടാണ് ആ കുട്ടി പറഞ്ഞത്. ഇങ്ങനെ സിനിമാ മേഖലയിലേക്ക് വരാൻ പോലും ആഗ്രഹമില്ലാത്ത ഒരു കുട്ടിയോട് ഇങ്ങനെ ഒരാൾ സംസാരിക്കുമ്പോൾ സിനിമാ മേഖലയിലുള്ള ആളുകൾ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ടാവുമെന്നാണ് ആ കുട്ടി പറഞ്ഞത്. ആ കുട്ടിക്കുണ്ടായ ഒരു അനുഭവം ആ കുട്ടി വളരെ മനോഹരമായിട്ട് നേരിടുകയും അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. അതാണ് അങ്ങനെയല്ലേ വേണ്ടത്. പിന്നീട് അവരെ ചോദിച്ചിട്ടില്ല. അത് വളരെ മാന്യമായി വളരെ മനോഹരമായിട്ട് ആ കുട്ടി ഒരു കാര്യം ഡീൽ ചെയ്തതാണ് നമ്മളോട് പറഞ്ഞത്. തികച്ചും സ്വാഗതമാണ്. ഞാൻ ആ കുട്ടിയെ പേഴ്സണലായിട്ട് അഭിനന്ദിക്കുകയാണ്. ആ ദുരനുഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സംഘടനയ്ക്ക് പരാതി നൽകിയിരുന്നു എന്ന് സോണിയ പറയുന്നു. എന്ന് മാത്രം ഷമ്മി പറയുന്നു, സഹോദരിക്കുണ്ടായ ദുരനുഭവത്തിൽ സംഘടനയ്ക്ക് കത്ത് നൽകിയിരുന്നു, പരാതി നൽകിയിരുന്നു എന്ന് അവർ പറയുന്നു. അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ ഇന്റർവ്യൂവിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. മനോഹരമായി ഡീൽ ചെയ്തു. എത്ര സ്ട്രെസ് എടുത്തിട്ടുണ്ടാവും, എത്ര അനുഭവിച്ചിട്ടുണ്ടാവും ആ കുട്ടി. അങ്ങനെ ഒരു പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് അതിനകത്തുണ്ടെങ്കിൽ ഞാൻ ആ വാക്ക് തിരിച്ചെടുക്കാം. എനിക്ക് ആ കുട്ടിയോട് പറ്റിയല്ല ചോദിക്കുന്നത്. കൃത്യമായി 10-15 അംഗങ്ങളുള്ള ഒരു പവർ ഗ്രൂപ്പ് മലയാള സിനിമയെ നിയന്ത്രിക്കുന്നു. ഇതിന്റെ തലപ്പത്തിരിക്കുന്നതിൽ ബി ഉണ്ണികൃഷ്ണൻ ഉൾപ്പെടെ ഉണ്ട് എന്ന രൂക്ഷമായ പ്രതികരണം സംവിധായകൻ വിനയനിൽ നിന്നുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായും അങ്ങനെയാണെങ്കിൽ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ ഇതിന്റെ തലപ്പത്തിരിക്കുന്നവരെല്ലാം അതിന്റെ അംഗങ്ങളാകേണ്ടത്. താങ്കളുടെ പ്രതികരണം എന്താണ്? ഈ 15-10 അംഗങ്ങളുള്ള പവർ ഗ്രൂപ്പിനെ പറ്റി താങ്കൾക്ക് അറിയില്ല എന്നാണ് ഇപ്പോഴും പറയുന്നത്. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഇല്ല എന്നാണ് പറഞ്ഞത്. എനിക്കറിയില്ല. നേരത്തെ കോമ്പറ്റീഷൻ കമ്മീഷനിൽ ആ കമ്മിറ്റിയുടെ റിപ്പോർട്ടിനകത്ത് ഇത്തരത്തിൽ പ്രമുഖ താരങ്ങളുടെ പേരടക്കം എടുത്തു പറയുന്ന ചില പരാമർശങ്ങളുണ്ട്.
അവർ തന്നെ ആയിരിക്കുമോ ഈ ഹേമ കമ്മിറ്റിയും ഉദ്ദേശിച്ചത്? എന്തായിരിക്കും അതിനകത്തുള്ള പരാമർശം? അത് ഞാൻ എങ്ങനെ മറുപടി പറയും? സിദ്ദിഖ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് വേണ്ടി പ്രവർത്തിച്ച WCC ആണ്. WCCക്ക് ഇപ്പം കുറെ ആളുകൾക്ക് സിനിമയിൽ ഒരു അവസരം നിഷേധിച്ചാണ് തുടക്കം മുതൽ ഇങ്ങോട്ട്. നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? WCC ഞാൻ നേരത്തെ പറഞ്ഞില്ല, അങ്ങനെ ഒരു അവസരം നിഷേധിക്കാൻ പറ്റില്ല. ആർക്കും അങ്ങനെ സിനിമയിൽ അവസരം നിഷേധിക്കാൻ പറ്റില്ല. സിനിമ എന്നും സക്സസ്ഫുൾ ആയിട്ടുള്ള സിനിമയുടെ ഭാഗമായി വരുന്നവർക്ക് കൂടുതൽ സിനിമകളുണ്ടാവും. മോഹൻലാലിനെ വെച്ച് അല്ലെങ്കിൽ മമ്മൂട്ടി വെച്ച് സിനിമ ചെയ്യുമ്പോൾ മോഹൻലാലിന് മമ്മൂട്ടിക്ക് നിർദ്ദേശിക്കാലോ ഇന്നാളെ വേണ്ട അല്ലെങ്കിൽ ഇന്നാളെ വേണം എന്ന് പറയാൻ പറ്റില്ലേ? ഒരു കഥ ആവശ്യപ്പെടുന്ന ഒരു കഥാപാത്രത്തിന് ഒരു കഥാപാത്രത്തിന് ഏറ്റവും അനുയോജ്യരായ ആളുകളെയാണ് എപ്പോഴും ഒരു സിനിമ ആദ്യം സമീപിക്കുന്നത്. അവരെ ലഭിക്കാതെ വരുമ്പോഴാണ് ചില പിന്നെ അതല്ലെങ്കിൽ ഇങ്ങനെ എന്ന് പറയും. അങ്ങനെയാണ് സിനിമയുടെ കാസ്റ്റിംഗ് നടക്കുന്നത്. അല്ലാതെ അവിടെ കുറെ ആളുകൾ ഇരുന്നിട്ട് നമുക്ക് മറ്റേ ആൾ മതി ഇയാൾ മതി അങ്ങനെ തീരുമാനിക്കില്ല. അങ്ങനെയല്ല സിനിമയുടെ കാസ്റ്റിംഗ്. എനിക്കത് അതിനോട് യോജിക്കാൻ സാധിക്കില്ല. അങ്ങനെ പവർ ഗ്രൂപ്പ് ഒരിക്കലും ഒരാളുടെ തൊഴിൽ നഷ്ടപ്പെടുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവിടെ കഴിവുള്ള കലാകാരന്മാർ, പാർവതി കഴിവുള്ള നടിയാണ്. അവർ എത്രയോ നല്ല നല്ല സിനിമകളിൽ അഭിനയിച്ചതാണ്. ഇപ്പോൾ റീസെന്റ് ഇറങ്ങിയ സിനിമകളിൽ അവർ അഭിനയിച്ചില്ല. വലിയ ഇടപെടലുണ്ടായി, പാർവതിക്ക് വലിയ ഇടപെടലുണ്ട്. എന്തുകൊണ്ടാണ് അത്രയും തുടർച്ചയായി കുറ്റമുണ്ടാക്കുന്ന ഒരു നടിക്ക് അതിന് ഞാൻ എങ്ങനെയാണ് ഒരു മറുപടി പറയാം? ഒരുപാട് കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഒരു സിനിമ ഉണ്ടാവുക, ആ സിനിമ സംഭവിക്കുന്നത്, ആ സിനിമയുടെ ഭാഗമാകാൻ. ഞാനും അങ്ങനെ ഒരു സിനിമയിൽ അഭിനയിക്കുന്ന ആളാണ്. എന്നെയും കുറെ ആളുകൾ ഒഴിവാക്കി എന്ന് വേണമെങ്കിൽ എനിക്ക് പറയാം. എന്നെ അങ്ങനെ ആരും ഒഴിവാക്കിയിട്ടില്ല. സിനിമകൾ കഴിയുമ്പോൾ സിനിമകൾ ഞങ്ങൾ ഈ സിനിമയിൽ അഭിനയിക്കുന്ന അഭിനേതാക്കൾക്ക് സിനിമകൾ കിട്ടിയാലേ അഭിനയിക്കാൻ പറ്റുള്ളൂ. അത് ഞങ്ങൾ വിചാരിച്ചാലും ഒഴിവാക്കാനോ ഞങ്ങൾ വിചാരിച്ചാലും ഒഴിവാക്കാം, വേണമെങ്കിൽ അതിൽ മാറി നിൽക്കാം. അല്ല, ഞങ്ങൾ വിചാരിച്ച സിനിമ ഉണ്ടാക്കാൻ പറ്റില്ല. ഞങ്ങൾക്ക് മറ്റ് സംവിധായകരും തിരക്കഥാകൃത്തുക്കളും നിർമ്മാതാക്കളും അവസരം തന്നെങ്കിലേ ഞങ്ങൾക്ക് അഭിനയിക്കാൻ സാധിക്കുള്ളൂ. അങ്ങനൊരു തെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ സർക്കാർ പറഞ്ഞ ഒരു കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചു. അതിനകത്ത് WCC പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് അത് വേട്ടക്കാരും ഉണ്ടാകും, ഞങ്ങൾ അതിൽ പങ്കെടുക്കില്ല. അത്തരം ഒരു സംഭവം നടക്കുമ്പോൾ അമ്മയുടെ നിലപാട് അതിനകത്ത് ആരൊക്കെ ആയിരിക്കും വരുമെന്ന് പരീക്ഷ ഈ ഇടയ്ക്കാണ് ഇങ്ങനെ കോൺക്ലേവിനെ പറ്റി കേൾക്കുന്നത്. എന്താണ് ഈ കോൺക്ലേവിന്റെ ഉദ്ദേശമെന്നോ എന്താണ് ആ കോൺക്ലേവിന്റെ സ്ട്രക്ചർ എന്നോ ആരാണ് ഇപ്പൊ സർക്കാരാണ് ആ കോൺക്ലേവ് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് അറിയാം. അത് ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല. ആ കോൺക്ലേവ് എന്താണെന്ന് പോലും എനിക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം റിപ്പോർട്ട് പുറത്തു വരുമെന്നൊരു ആദ്യം തീരുമാനിച്ചത് അങ്ങനെയാണ്. അതിനുശേഷം 2 ഹർജികൾ ഇതിനെതിരെ വരുന്നുണ്ട്. അതിൽ സജിമോൻ പാറയിൽ പറഞ്ഞ ഒരു കാര്യമുണ്ട്, മൊഴി കൊടുത്ത ആളുകൾക്ക് ഉൾപ്പെടെയും അതല്ലെങ്കിൽ അവരുടെയും ജീവന് ഭീഷണിയാവുന്ന തരത്തിലുള്ള നടപടികൾ ഉണ്ടായേക്കാം എന്നൊരു സൂചകം കൂടി ഹർജിയിലുണ്ടായിരുന്നു. ഈ മൊഴി കൊടുത്തിട്ടുള്ള പല ആളുകളുടെ ആവശ്യപ്രകാരമാണ് ഹേമ കമ്മിറ്റി അങ്ങൊരു നിർദ്ദേശം വെച്ചത്. ഇറ്റ് ഹാസ് ടു ബി ഹൈലി കോൺഫിഡൻഷ്യൽ എന്നൊരു നിർദ്ദേശം വെച്ചത്. പക്ഷേ തുടർന്നും ഇപ്പോഴും അത് പുറത്തു വരുമ്പോൾ തങ്ങളുടെ അത് മൊഴി നൽകിയവരുടെ പേരുണ്ടോ അല്ലെങ്കിൽ പ്രതിസ്ഥാനത്തുള്ളവരുടെ പേരുണ്ടോ, ഇത്തരം കാര്യങ്ങളിലൊക്കെ അങ്ങേയറ്റം വിജിലന്റും ആയിരുന്നു. തിരിച്ച് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്ന കാര്യത്തിൽ അത്ര വിജിലൻസ് കീപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇവിടെയുള്ള ഒരു ചോദ്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ആളുകൾക്ക്, അതായത് മൊഴി നൽകിയ ആളുകൾക്ക് ഇത്തരം ജീവഹാനി ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവരുടെ കരിയർ ഇല്ലാതാക്കുന്ന തരത്തിലുള്ള നടപടികൾ ഈ പറയുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ഇല്ല എന്ന് സിദ്ദിഖ് പറഞ്ഞ പവർ ഗ്രൂപ്പിലുള്ള ആളുകൾ അതിന്റെ പിന്നിൽ പ്രവർത്തിക്കാൻ സാധ്യതയുണ്ടോ? ഒരിക്കലുമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ പിടിക്കപ്പെടേണ്ടതാണ്, ശിക്ഷിക്കപ്പെടേണ്ടതാണ്. അതിൻ്റെ പേരിലൊന്നും ഒരാളെ ഒന്നും ഒന്ന് ഭീഷണിപ്പെടുത്തി നടത്താൻ സാധിക്കില്ല. നിങ്ങൾ ആലോചിച്ചു, അതൊക്കെ അങ്ങനെ അവർ ഭയപ്പെടുന്നുണ്ടാവാമായിരിക്കും. പക്ഷെ ആരാണ് ഇങ്ങനെ ഇതിന്റെ പേരിൽ ആരെ ഭീഷണിപ്പെടുത്തുന്നത്? അങ്ങനെയൊന്നും ഒരു ഭീഷണി നടന്നിട്ടുണ്ടാവില്ല. തന്നെ നേരെ അവരെ കണ്ടുപിടിച്ച് നമ്മൾ ശിക്ഷിക്കാനുള്ള സംവിധാനം നമ്മുടെ ഭരണഘടനയിലുണ്ട്. ഇവിടുത്തെ ലോ ആൻഡ് ഓർഡർ അതൊന്നും കണ്ണടച്ച് ഇരിക്കുന്നതൊന്നുമില്ല. അങ്ങനെയൊന്നും ഒരാളെ ഭീഷണിപ്പെടുത്തുക, ഒരു ഭീഷണിപ്പെടുത്തിയാൽ എന്തെങ്കിലും തെളിവ് വന്നാൽ തീർച്ചയായും ഭീഷണിപ്പെടുത്തിയ ആളാകത്ത കൃത്യമായ ഡേറ്റ് ഓർമ്മയില്ല. ഇതിന് മുമ്പ് അന്ന് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അവർ തന്ന ചില റെക്കമെൻഡേഷൻസ് കൂടെ ഒക്കെ വെച്ചിട്ട് ഒരു 10-20ഓളം നിർദ്ദേശങ്ങൾ അവർ വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നായിട്ട് പ്രധാനമായിട്ട് ചോദിച്ചത് ഇങ്ങനെ തുല്യ പ്രതിഫലം സിനിമയിൽ നടപ്പാക്കാൻ സാധിക്കുമോ, അതല്ലെങ്കിൽ ഇത്തരമുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്കുള്ള സൗകര്യങ്ങൾ പല സെറ്റിലും ഇല്ലാതെ പോകുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ ആ സൗകര്യങ്ങൾ കൊടുക്കാനുള്ള നിർദ്ദേശങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് അതിനെക്കുറിച്ചൊക്കെയുള്ള എന്ത് നടപടികളാണ് സർക്കാർ സ്വീകരിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയുള്ള ഞങ്ങളുടെ നിർദ്ദേശങ്ങളാണ് ചോദിച്ചത്. അതിനകത്ത് സ്ത്രീകൾ നേരിട്ട അതിക്രമത്തെക്കുറിച്ചുള്ള പരാമർശം ചർച്ച ഉണ്ടായിരുന്നു. കൃത്യമായിട്ട് ഓർമ്മയില്ല. അതങ്ങനെ ചർച്ച പക്ഷേ ആ റെക്കമെൻഡേഷൻസിൽ അതായിരുന്നില്ല പ്രധാനമായിട്ട്. ഈ തൊഴിലിടങ്ങളിൽ ഉണ്ടാകുന്ന മറ്റു ബുദ്ധിമുട്ടുകളെ കുറിച്ചും കാര്യങ്ങളെ കുറിച്ചുമാണ് കൂടുതൽ പറഞ്ഞത്. അല്ല, എനിക്ക് പ്രത്യേകിച്ച് ഓർമ്മയുള്ളത് ഈ പ്രതിഫലത്തെ
പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ്. പലപ്പോഴും തുല്യ പ്രതിഫലം കൊടുക്കണം, അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും. ഈ സിനിമയിൽ അങ്ങനെ ഒരു വിവേചനം അങ്ങനെ ഇത് ചെയ്യാൻ പറ്റില്ല. അതിന് സ്ത്രീകൾക്ക് കൂടുതൽ, ചെറുപ്പത്തിൽ സ്ത്രീകൾക്ക് കൂടുതൽ പ്രതിഫലമായിരിക്കും, ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ പുരുഷന്മാർക്കായിരിക്കും കൂടുതൽ, ചിലപ്പോൾ പുരുഷന്മാർക്ക് കുറവായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അന്ന് കൂടുതൽ. പക്ഷേ സ്ത്രീകൾ പ്രധാനമായിട്ട് ഉന്നയിച്ചത് അവരുടെ പ്രാഥമിക ആവശ്യം നിർവഹിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നില്ല. നമുക്കറിയാം ഇപ്പോൾ പ്രധാനപ്പെട്ട നടന്മാർക്ക് നടിമാർക്ക് ക്യാരവാൻ കൊടുക്കുന്നുണ്ട് ലൊക്കേഷനിൽ. എന്തുകൊണ്ട് വളരെ അടിസ്ഥാന സൗകര്യമായി ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുത്തി കൊടുക്കുന്നില്ല? ഇതൊക്കെ ഇഷ്യൂസ് അല്ലേ? ഇതെല്ലാം ഇഷ്യൂസാണ്. ഇതിലൊക്കെ ഞങ്ങൾ സംഘടനകൾ ഇടപെടുന്നതാണ്. അഭിനയിക്കുന്നവരുടെ സംഘടനകൾ ഇടപെടുന്നതിന് പരിമിതികളുണ്ട്. നമുക്ക് ചെയ്യേണ്ടത്, നമ്മളിപ്പോൾ സർക്കാരിന് ഇത്തരം കാര്യങ്ങൾ തീരുമാനിക്കാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അല്ല. ഇപ്പം ഞങ്ങൾ ബേസിക് നീഡ് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ പറയുന്നുണ്ട്. ഇപ്പോൾ ഒരു നിർമ്മാതാവിന് എത്ര കാരവൻ പ്രൊവൈഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടാവും, അതനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞങ്ങൾ ചെയ്യുന്നത് സാധാരണ ഒരു കാര്യം ചെയ്യും, നമ്മൾ ഇപ്പുറത്തോട്ട് മാറി കൊടുക്കാം, ഞങ്ങളൊരു 10 നടന്മാർ കൂടി ഒരു മുറിയിലിരിക്കാം, അല്ലെങ്കിൽ 5 പേര് ഒരു മുറിയിലിരിക്കാം, മറ്റത് ആ സ്ത്രീകൾക്ക് കൊടുക്കും എന്ന് പറഞ്ഞൊക്കെയുള്ള സൗകര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അല്ലാതെ ഒരു നിർമ്മാതാവിനോട് ഉടനെ ചെന്നിട്ട് സംഘടനയുടെ ഭാരവാഹി എന്നുള്ളതിൽ നിങ്ങളൊരു 3 കാരവനും കൂടി ഏർപ്പെടുത്തും എന്ന് പറയാൻ പറ്റില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. അപ്പൊ ഇത്തരം സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നത് ഇതൊന്നും മുമ്പത്തെ പരിസ്ഥിതി അല്ല. ഇപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, നിങ്ങൾ ഏതെങ്കിലും സെറ്റ് പോയി നോക്കൂ, ഇവർക്കെല്ലാം ആവശ്യത്തിന് സൗകര്യങ്ങളുണ്ട്. അല്ലാതെ സൗകര്യങ്ങൾ ഇല്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഇത് 4-5 വർഷം മുമ്പ് ശരിയാണ്, ഇത്തരം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഇതൊന്നും ഇല്ലാത്ത കാലഘട്ടത്തിൽ ഞങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അതെ, അന്ന് പറഞ്ഞതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളുണ്ടായി, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പല കാര്യങ്ങളിലും മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അത് അത്തരം നിർദ്ദേശങ്ങൾ ആരൊക്കെ നിർദ്ദേശങ്ങൾ പറഞ്ഞിട്ടുണ്ടോ അതനുസരിച്ചുള്ള മാറ്റങ്ങൾ സിനിമയിലുണ്ടായിട്ടുണ്ട്. പോസിറ്റീവായിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അത് എന്താ അറിയാമോ, കാസ്റ്റിംഗ് കൗച്ച് നടന്നിട്ടുണ്ടോ ഇല്ലെന്നുള്ള ഒരു വ്യക്തമായി പറയാൻ കഴിയാത്തത്. ഞങ്ങൾക്ക് അത്തരം അനുഭവങ്ങൾ ആരെങ്കിലും നേരിട്ട് റിപ്പോർട്ട് ചെയ്തെങ്കിൽ മാത്രമാണ് നമുക്ക് ഇന്ന ആൾക്കുണ്ടായി, ഇന്ന സ്ഥലത്തു നിന്നുണ്ടായി അങ്ങനെ ഇടപെടാൻ ചിലപ്പോൾ നമുക്ക് പറ്റുമായിരിക്കും. അതല്ലാതെ ഇത് നേരത്തെ പറഞ്ഞ പോലെ പറയാൻ ഭയപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമുക്കത് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ഒരു ചുമതല ഏറ്റെടുക്കാൻ സാധിക്കാത്തതുകൊണ്ടാണ്. നേരെ മറിച്ച് ഇങ്ങനെ ഒരു കാസ്റ്റിംഗ് കൗച്ച് ഒരാളുടെ ഭാഗത്തുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒരു നടപടി എടുത്തിരിക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. 17 തവണ റീടേക്കിലൂടെ ഒരു ഷോട്ട് വീണ്ടും എടുക്കാൻ നിർബന്ധിക്കുന്ന നടനെ കുറിച്ച് പറയുന്നു. രാത്രി കാലങ്ങളിൽ നടികളുടെ വാതിലിൽ മുട്ടുന്ന പ്രമുഖ താരങ്ങളുണ്ടെന്ന് റിപ്പോർട്ട് പറയുന്നു. അപ്പോൾ ഈ പ്രമുഖരൊന്നും നിങ്ങളുടെ സംഘടനയിൽ ഉൾപ്പെടാത്തവരാണെന്നാണോ നിങ്ങൾ ഇപ്പോഴും പറയുന്നത്? ഇതാരാണെന്ന് അറിഞ്ഞാലല്ലേ ഉൾപ്പെടുന്നവരാണോ ഉൾപ്പെടാത്തവരാണോ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതൊന്നും ആരാണെന്നോ എന്താണെന്നോ നമുക്കൊരു ഒരു പുകമറ സൃഷ്ടിച്ച് ഇങ്ങനെ സംഭവങ്ങൾ ഉണ്ടായി എന്ന് പറയുന്നത് കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് അല്ലെങ്കിലും ഞങ്ങൾ ആവശ്യപ്പെടണം, അല്ലാണ്ട് പോലീസ് അന്വേഷിക്കേണ്ട കാര്യമില്ല. ഞാൻ വേറെ കാര്യം പറയാം. ഒരു ലൈസൻസിങ് സമ്പ്രദായം സർക്കാർ ഏർപ്പെടുത്തുന്നു വിചാരിക്കാം. ഇത് ഒരു സിനിമ എന്ന് പറയുന്നത് എത്ര കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അത്രയും അതിനേക്കാൾ കുറവ് പൈസ മുടക്കി ചെയ്യുന്ന ഒരു പ്രോജക്റ്റിന് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് സർക്കാർ വെക്കുന്നത്. അതിന് ഇന്ന കാര്യങ്ങൾ വേണം, ഇത്ര ശുചീകരണ സംവിധാനം വേണം, അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇന്ന സൗകര്യങ്ങൾ വേണം. ഇങ്ങനെ ഒരു ലൈസൻസിങ് സമ്പ്രദായം സർക്കാർ കൊണ്ടുവരട്ടെ. അപ്പോൾ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇങ്ങനെ വേണമെന്നൊരു നിബന്ധന വന്നാൽ ഇതൊക്കെ നമ്മൾ സർക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എല്ലാ പ്രൊഡ്യൂസേഴ്സും പാലിക്കാൻ ഇതെല്ലാം നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ടാണ് ഈ റിപ്പോർട്ടും ഇതിന്റെയൊക്കെ തുടക്കം. ഇപ്പോഴും പക്ഷേ ആ നടി പുറത്താണ്. ഇരയ്ക്കൊപ്പം എന്നൊക്കെ പറയുന്ന ഒരു ഡബിൾ സ്റ്റാൻഡേർഡ് ആയിട്ടല്ലേ നിൽക്കുന്നത്. അവര് മരിച്ചുപോയി എന്നൊക്കെ കരുതുന്നതൊക്കെയാണ് മുൻ ജനറൽ സെക്രട്ടറി പറഞ്ഞത്. അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അവർക്ക് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല, അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. അത് ആ 2020 എന്ന സിനിമ എടുക്കുന്ന 2ാം ഭാഗത്തിൽ ഉണ്ടാകുമെന്ന് ചോദിച്ചപ്പോൾ ആ 2020യുടെ ആദ്യ ഭാഗത്തിൽ ആ കുട്ടി അഭിനയിച്ച ക്യാരക്ടർ മരിച്ചുപോയി എന്നാണ് അതിന്റെ ഉദ്ദേശം. അല്ലാതെ ഒരിക്കലും ആ നടിയൊന്നും അങ്ങനെ ചെയ്യുന്നുണ്ടോ? അവരിപ്പോഴും പുറത്ത് തന്നെയല്ലേ? അല്ല, അവരുടെ കേസ് നടന്നുകൊണ്ടിരിക്കില്ല. നമ്മളിതിൽ നിന്ന് ഒരുപാട് വഴുതി പോകുന്നു. സർക്കാർ നടപ്പാക്കിയ നല്ലതാണെന്ന് പറയുന്നു, എത്രയും വേഗം നടപ്പിലാക്കണമെന്നൊക്കെ ആവശ്യപ്പെടുന്നു. നല്ല നിലപാടാണ്. പക്ഷെ അതിൽ ഉന്നയിച്ച ആരോപണങ്ങൾ ഓരോന്നും നിങ്ങൾ നിഷേധിക്കുകയാണ്. കാസ്റ്റിംഗ് കൗച്ച് ആവട്ടെ, പവർ ഗ്രൂപ്പിന്റെ കംപ്ലീറ്റ് ചെയ്തു. ഈ പവർ ഗ്രൂപ്പ് ഇല്ല എന്ന് പറയുന്നു, ഈ കാസ്റ്റിംഗ് കൗച്ച് നടന്നില്ല എന്ന് പറയുന്നു. അപ്പൊ ഈ കമ്മിറ്റിക്ക് മുമ്പിൽ പോയി മൊഴി കൊടുത്ത അംഗങ്ങൾ കള്ളം പറഞ്ഞു എന്നുള്ളതാണോ നിലപാട്? അല്ല, ഒരിക്കലുമല്ല. കമ്മിറ്റിക്ക് മുമ്പിൽ പോയി അംഗങ്ങൾ പറഞ്ഞ കമന്റുകൾ അതിൽ നിന്ന് മാത്രമാണ് ഞങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. അതല്ലാതെ ഇതിന് കോമൺ ആയിട്ട് ഇതിനു മുമ്പ് ഞങ്ങൾക്ക് അത്തരം കാര്യങ്ങൾ ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് മാത്രമേ പറഞ്ഞു. അതിനൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകൾ അതല്ല, ഒരു ജനറലൈസ് ചെയ്ത് അങ്ങനെ പറയാൻ സാധിക്കില്ല. ഇപ്പൊ അങ്ങ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയാണ്, ആർക്കെല്ലാം അങ്ങ് ക്ലീൻ ചിറ്റ് കൊടുക്കും ഈ ഒരു അവസരം?
അങ്ങനെ ഒരു അമ്മയുടെ ജനറൽ സെക്രട്ടറിക്ക് അങ്ങനെ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കാനോ അല്ലെങ്കിൽ ക്ലീൻ ചിറ്റ് കൊടുക്കാതിരിക്കാനുള്ള ഒരു പദവിയല്ല ഇത്. അങ്ങനെ നമ്മൾ ആരെയും സെക്രട്ടറി അടുപ്പമുണ്ടല്ലോ പലരുമായിട്ട് പ്രമുഖ നടന്മാരുമായിട്ട് ആർക്കെല്ലാം ക്ലീൻ ചിറ്റ് കൊടുക്കും. 506 പേരടങ്ങുന്ന ഒരു സംഘടനയുടെ ജനറൽ സെക്രട്ടറിയാണ് ഞാൻ. ഈ 506 പേരെയും ഒരേപോലെ കാണാനേ സാധിക്കുള്ളൂ. ഓരോ മെമ്പേഴ്സിനും അല്ലാതെ ഒരു ക്ലീൻ ചിറ്റ് കൊടുക്കേണ്ട ഒരു അതോറിറ്റി അല്ല. ഇത്രയും മാറ്റമാണ് അമ്മ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഈ റിപ്പോർട്ട് വന്നു, ഒരുപാട് പരാതികൾ ഉണ്ടെന്ന് പറഞ്ഞു. ഈ റിപ്പോർട്ട് മുന്നിൽ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാറ്റം കൊണ്ടുവരേണ്ടത് അമ്മയാണ്. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് കാര്യങ്ങൾ മാറ്റേണ്ടത് സർക്കാരാണ്. സർക്കാർ അതിനുള്ള നിർദ്ദേശങ്ങൾ കേട്ടിട്ട് സർക്കാരാണ് മാറ്റം കൊണ്ടുവരേണ്ടത്. ആ മാറ്റത്തിനോടൊപ്പം അമ്മ സഹകരിക്കാൻ എന്തൊക്കെയാണ് അവരോട് ചോദിച്ചത് അല്ലെങ്കിൽ അവർ പറഞ്ഞത്? ഏതാണ് മമ്മൂട്ടി മോഹൻലാലും കമ്മിറ്റി മുമ്പിൽ ഹാജരായെന്ന് നേരത്തെ പറഞ്ഞത്? ഞാനത് വിശദമായിട്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു നേരത്തെ പ്രതിഫലത്തെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചതെന്നാണ് എനിക്ക് അറിയാൻ സാധിച്ചത്. പറഞ്ഞൊരു കാര്യം, ഈ റിപ്പോർട്ട് വെച്ച് പുകമറ സൃഷ്ടിക്കുന്നതാണ് പറയുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ഇതിലെ ചില ഭാഗങ്ങൾ മാത്രം ഒഴിവാക്കി, അല്ലെങ്കിൽ ഈ റിപ്പോർട്ടിലെ തന്നെ അല്ലെങ്കിൽ ഇതുമായി ബന്ധ തെളിവുകൾ ഒഴിവാക്കിയാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവുകളൊക്കെ പുറത്ത് വരുവാണെങ്കിൽ ആ പുകമറ സൃഷ്ടിക്കുന്ന ഒഴിവാക്കി തീർച്ചയായിട്ടും അതാണ് ഇപ്പൊ കോടതി ആവശ്യപ്പെട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങളുടെ ആഗ്രഹം ഇപ്പൊ ഡിവിഷൻ ബെഞ്ച് എന്താ ആവശ്യപ്പെട്ടിരിക്കുന്നത്? മുദ്രവെച്ച കവറിൽ ഫുൾ റിപ്പോർട്ട് കൊടുക്കാനോ? അത് വരട്ടെ. ഹർജി കൊടുക്കേണ്ട കാര്യമില്ല. സർക്കാരിന് അമ്മയ്ക്ക് തുറന്ന നിലപാടുണ്ടോ? അതായത് താങ്കൾ ഈ സംഘടന തലപ്പത്തിരിക്കുന്ന ആളാണ്. സ്വാഭാവികമായും താങ്കളുടെ സഹപ്രവർത്തകർ നേരിടുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ടാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഹർജിയിൽ ചേരുമോ എന്ന് ചോദിച്ചപ്പോൾ അതിന്റെ ആവശ്യമില്ലാന്ന് താങ്കൾ പറഞ്ഞു. നമ്മള് അതിന് ഹർജിയിൽ ചേരുന്നതിന് മുമ്പ് തന്നെ കോടതി പറഞ്ഞല്ലോ റിപ്പോർട്ട് ചേരുന്നതിന് മുമ്പേ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞല്ലോ ഇത്രാം തീയതി ഹാജരാക്കണം എന്ന് പറഞ്ഞു. പിന്നെ അതിനകത്ത് പല അല്ല അതില് ധാർമ്മികമായ ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. സഹായിക്കാനായിട്ട് പോലീസിൽ പരാതിയുള്ളവര് അമ്മയുടെ സഹായത്തിൽ അവരെ പോലീസിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു മുന്നിട്ടിറങ്ങും. തീർച്ചയായിട്ടും മുൻ ജനറൽ സെക്രട്ടറിയായിരുന്ന ഇടവേള ബാബുവിനെതിരെ പേരെടുത്തു പറഞ്ഞൊരു നടി രംഗത്തെത്തിയിരുന്നു. 2018 അവർക്കുണ്ടായ ഒരു മോശം അനുഭവം കൃത്യമായി വിവരിച്ച് അവർ പേരെടുത്തു പറഞ്ഞാണ് രംഗത്തെത്തിയത്. അത് അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. കുറച്ചു മുമ്പ് പറഞ്ഞിരുന്നു ഈ ഹേമ കമ്മിറ്റിയിൽ ആരോപണം ഉന്നയിക്കപ്പെട്ടതാണ്, ആരുടെയും പേരെടുത്ത് പറയുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പുറമെ ഈ പേരെടുത്ത് പറഞ്ഞ് രംഗത്തെത്തിയിരുന്ന അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി എന്തെങ്കിലും ആശയവിനിമയം നടത്തിയിരുന്നു. ആ ആരോപണം ശക്തമായാൽ അമ്മ അതിനോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കും? തീർച്ചയായിട്ടും അതിനുള്ള നടപടികൾ സ്വീകരിക്കാനോ അല്ലെങ്കിൽ എന്താണ് വേണ്ടതെന്നുള്ള കാര്യങ്ങളെ പറ്റി അന്വേഷിക്കും. ഇന്നലെയാണ് ആ ഒരു ക്ലിപ്പിംഗ് പുറത്തു വന്നത്. ബാബുവായിട്ട് ബന്ധപ്പെടാനോ ഒന്നും സാധിച്ചിട്ടില്ല. ഇന്നലെ ഇത് കഴിഞ്ഞത് വന്നിട്ടുള്ളൂ. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങൾ അല്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അമ്മയിലെ അംഗങ്ങളായിട്ടുള്ള എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായിട്ട് 2 പെൺകുട്ടികൾ എന്റെ കൂടെ ഇരിപ്പുണ്ട്. അവരോടും കൂടി നിങ്ങൾ എന്തെങ്കിലും ഈ നടിമാരാണ് പരാതിപ്പെട്ടിരിക്കുന്നത്. വളരെ രൂക്ഷമായ പരാതികൾ ഉന്നയിച്ചു. എന്നിട്ട് ഇപ്പോൾ ജനറൽ സെക്രട്ടറി തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു അത്തരത്തിലൊരു പ്രവണതയൊന്നും അമ്മയ്ക്കുള്ളിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വിശ്വാസം എന്ന് പറഞ്ഞു. എങ്ങനെയാണ് സിനിമ ഇൻഡസ്ട്രിയിൽ കാണുന്നത്? ഇത്തരത്തിലുള്ള മോശം പ്രവണതകളൊന്നുമില്ലേ? കാസ്റ്റിംഗ് കൗച്ച് ഉൾപ്പെടെയുള്ള പ്രവണതകളൊന്നും സിനിമ ഇൻഡസ്ട്രിയിൽ ഇല്ലേ മലയാളത്തിൽ? എനിക്ക് ഞാൻ എത്ര കാലമായി സിനിമയിലുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ഇന്നേ വരെ എനിക്ക് എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥയിൽ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞില്ല. ഇപ്പം ആരോ നേരത്തെ പറയുന്നത് കേട്ടു, ഈ ഒരു പ്രമുഖ നടിയെ ഒരുപാട് കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട്, ചാൻസുകൾ കൊടുത്തില്ല. ഒരു സമയത്ത് എനിക്കും അവാർഡ് കിട്ടിയിട്ടുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ അഭിനയിക്കുന്നില്ല. അത് ആളുകള് അവർക്ക് ഞാൻ ജോമോളുടെ ചോയ്സ് ആയിരുന്നു. ഇത് അങ്ങനെയല്ലേ? ഇത് പാർവതി വളരെ കത്തി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അപ്രത്യക്ഷ വളരെ ആക്റ്റീവാണ്. പക്ഷെ അവരിപ്പോ അവരഭിനയിച്ചിട്ട് നമ്മളൊരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു റൈറ്ററുടെയോ അത് ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു റൈറ്ററുടെയോ ക്രിയേറ്റിവിറ്റിയെ നമുക്ക് ചോദ്യം ചെയ്യാം. അനുഭവം തുറന്നു പറഞ്ഞതിന്റെ പേരിൽ ആർക്കും അവസരം ലഭിക്കാതിരുന്നിട്ടില്ലെന്നാണ് പറയുന്നത്.
മറുപടി പറയേണ്ടത് അങ്ങനെയാണ്. ജോൺ ഇപ്പോൾ പറഞ്ഞത് എനിക്ക് അനുഭവമില്ല, എനിക്കെന്നല്ലോ പറയുന്നത്. അതൊരു ഇൻഡസ്ട്രിയെ പ്രതിനിധീകരിച്ചുകൊണ്ടേ പറയാൻ. അങ്ങനെയാണോ മറുപടി പറയേണ്ടത്? പക്ഷേ ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് സഹപ്രവർത്തകർ ഒരുപാട് പേര് ഇത്തരം അനുഭവങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഇത്തരം അനുഭവങ്ങൾ ഉള്ളവരെ പറ്റി കേട്ടിട്ടുണ്ടാവാം. അല്ലാതെ പക്കെ ഇങ്ങനെ സുതാര്യമായ ഒരു അവസ്ഥയിലാണ് സിനിമ മേഖല പോകുന്നെങ്കിൽ ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഉണ്ടാവത്തില്ലായിരുന്നു. അതല്ലേ സിദ്ദിഖ് പറഞ്ഞത്, അങ്ങനെ അനുഭവങ്ങൾ നമ്മളിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ, നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കൂടെ തന്നെ ആയിരിക്കും. എന്തായാലും നമ്മൾ അവരുടെ കേട്ടിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇല്ലെന്ന് എങ്ങനെയാ പറയാൻ പറ്റുക? പത്രത്തിൽ വന്നതല്ലേ കേട്ടിട്ടുള്ളൂ. ഈ റിപ്പോർട്ട് ഇപ്പൊ പുറത്തു വന്നത് മാധ്യമപ്രവർത്തകരടക്കം വിവരാവകാശ രേഖ ഫയൽ ചെയ്തിട്ടാണ്. കഴിഞ്ഞ 5 വർഷമായി ഇത് സർക്കാരിന്റെ കയ്യിലായിരുന്നു. അതൊന്ന് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ഈ റിപ്പോർട്ട് ഒന്ന് പുറത്തു വരണം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയുടെ ഭാഗത്തുനിന്ന് ഒരു RTI എങ്കിലും ഫയൽ ചെയ്തിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ട് പുറത്തു വരണമെന്നൊരു ആവശ്യമോ റിപ്പോർട്ട് പുറത്തു വരരുതെന്ന് ഒരു നിർദ്ദേശമോ ഞങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഞങ്ങൾ അങ്ങനെ രണ്ടും ആവശ്യപ്പെട്ടില്ല. റിപ്പോർട്ട് ഞങ്ങൾക്ക് വായിക്കണമെന്നും പറഞ്ഞിട്ടില്ല, റിപ്പോർട്ട് പുറത്തു വിടരുതെന്നും പറഞ്ഞിട്ടില്ല. റിപ്പോർട്ട് വന്ന സമയത്താണ് ഇത് വായിച്ചിട്ട് പല കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചതിനെ കുറിച്ചാണ് നമ്മൾ പ്രതികരിച്ചത്. ഒറ്റ ചോദ്യം, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോഴാണ് സിനിമയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പൊതുജനം അറിഞ്ഞത്. പക്ഷേ ഇത്രയും നാളായിട്ട് അമ്മ എന്ന സംഘടന, താരങ്ങളുടെ സംഘടന ഈ നാട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ ആ സംഘടന എന്താണ്, അവർ പ്രസക്തി എന്താണ്? നിങ്ങള് ഹേമ കമ്മിറ്റി ഈ ഹേമ കമ്മിറ്റി ചോദ്യം ചോദിച്ചിരിക്കുന്ന ആരോടാണെന്നുള്ളതിന് പ്രസക്തി. ഞങ്ങളുടെ അമ്മയിലുള്ള 506 മെമ്പേഴ്സിനെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 99% പേരോടും ഞങ്ങള് ഹേമ കമ്മിറ്റി നിങ്ങളെ ഇന്റർവ്യൂവിന് വിളിച്ചു ചോദിച്ചപ്പം ആരും അറിഞ്ഞില്ല. നിങ്ങൾ ഖണ്ഡിക്കാൻ വേണ്ടി ചോദിച്ചാൽ ഉത്തരം ഉണ്ടാവില്ല. അത് കേൾക്കില്ല, അത് കേൾക്കില്ല, നിങ്ങളത് കേൾക്കും. അങ്ങനെ സംസാരിക്കില്ല. ഇത് ഹേമ കമ്മിറ്റി എന്തിനാ സർക്കാർ വെച്ചിരിക്കുന്നത്? അല്ല, നിങ്ങളിത് കേൾക്കും. ഹേമ കമ്മിറ്റി എന്തിനാ സർക്കാർ വെച്ചിരിക്കുന്നത്? അല്ല, ഒന്ന് പറഞ്ഞു, സിനിമയിൽ വരുത്തേണ്ട ഒരു നയം കൊണ്ടുവരുന്നതിന് വേണ്ടി, സിനിമയെ പഠിക്കാൻ വേണ്ടിയാണ് ഹേമ കമ്മിറ്റി വെച്ചിരിക്കുന്നത്. അതിനകത്ത് മെയിൻ വിഷയമാണ് അവര് വിളിക്കുന്നവരെ ഇന്റർവ്യൂ മാന്യതയുണ്ട്. അമ്മയുടെ പ്രസക്തി എന്താണ്, അമ്മയുടെ അംഗങ്ങളോട് ആ പരാതിയെ പരിഹരിക്കാനുള്ള ശ്രമം നമ്മുടെ അല്ലല്ല, ആരോടാ ചോദിച്ചാൽ അറിയാവുന്ന ചോദിച്ചു, അദ്ദേഹത്തിനോട് ചോദിച്ചു. ഈ നയം അമ്മയുടെ പ്രസക്തി എന്താണ്? നമുക്കറിയില്ല ആരോടാ ചോദിച്ചത്. അമ്മയുടെ പ്രസക്തി എന്താണ്? പിന്നെ ഏതാ അമ്മയുടെ പ്രസക്തി? അല്ല, ചോദ്യം. അതായത് ഈ സ്ത്രീകൾ നയം രൂപീകരിക്കാനാണ് ഹേമ കമ്മിറ്റി ഉപയോഗിച്ചതെന്ന് ആരാണ് പറഞ്ഞത്? നാട്ടിലെ അല്ലെങ്കിൽ സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് അമ്മ എന്ന സംഘടന ഇത്രയും നാൾ 94 മുതൽ ഈ നാളിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് അമ്മ. ആ അമ്മയുടെ അംഗങ്ങളായവരും അല്ലെങ്കിൽ സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്നവരുടെയും പ്രശ്നങ്ങൾ അറിയുന്നില്ല. അമ്മയിലെ അംഗങ്ങളായവർ പരാതിപ്പെട്ടാലേ നമ്മൾ അറിയുള്ളൂ. ആരും പറഞ്ഞിട്ടില്ല. നേരത്തെ സിദ്ദിഖ് പറഞ്ഞല്ലോ 2018 വന്ന പരാതി പിന്നെ എത്രയോ സ്ത്രീകൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം വിഷയങ്ങൾ നടക്കില്ലെന്നല്ലോ. സുഹൃത്തെ, ഞങ്ങളുടെ സംഘടനയിൽ പരാതി കിട്ടിയാലേ ഞങ്ങൾ അറിയുള്ളൂ. തന്ന പരാതികൾ പലതും പരിഗണിച്ചിട്ടില്ല. ഒരൊറ്റ പരാതി. അത് അബദ്ധം പറ്റിയതായി. പറ്റിയതായിരിക്കാമെന്നാണ് പറയുന്നത്. സംഘടനയ്ക്ക് അബദ്ധം പറ്റിയതായിരിക്കും.
അങ്ങനെയെങ്കിലും ഒരു പരാതി, ഒരു ക്രൈം അത് മൂടി വെച്ച അബദ്ധം പറ്റിയ ആളുകളെ കണ്ടുപിടിക്കണ്ടേ? തെറ്റാണ്, അത് തെറ്റാണ്. പക്ഷേ ഇന്നസെന്റ് അന്ന് പ്രസിഡന്റ് ഇന്നസെന്റ് ആയിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അല്ല, ആ കമ്മിറ്റിയിലുള്ള ബാക്കിയുള്ള ആളുകളുണ്ടല്ലോ, ആ കമ്മിറ്റിയിലെ ജനറൽ സെക്രട്ടറി അടക്കം അല്ലെങ്കിൽ ആ കമ്മിറ്റിയിലെ ഭാരവാഹികളടക്കം ബാക്കിയുള്ളവരുണ്ടല്ലോ. അതിന് സൊല്യൂഷൻ ഞങ്ങൾ കണ്ടെത്തും. ഇനി യാതൊരു സംശയം വേണ്ട, ആ പരാതിക്ക് സൊല്യൂഷൻ ഞങ്ങൾ കണ്ടെത്തും. നിങ്ങളുടെ സഹപ്രവർത്തകരാണ് ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്ന ആളുകൾ. അമ്മയിലുള്ളവർ മാത്രമാണ് നിങ്ങളുടെ സഹപ്രവർത്തകർ എന്ന് പറയുന്നത്. അല്ലെന്നേ, ഞങ്ങൾക്ക് ഇത് ആരാ പരാതി കൊടുത്തത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ. തീർച്ചയായും അമ്മയിലുള്ളവർ മാത്രമാണ് നിങ്ങളുടെ സഹപ്രവർത്തകർ എന്ന് പറയുന്നത്. പോലും